കാശിനാഥൻ ഭാഗം 14. രചന അവതരണം ദിവ്യരാജ്. ആഗ്നസ് തദേവുസ് മെഡിക്കൽ കോളേജ് ആ സിറ്റിയിലെ അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജ്. അവിടെ പഠിക്കുന്നവരിൽ ഭൂരിഭാഗവും പല പ്രമുഖരുടെയും മക്കളായിരുന്നു. അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നായാലും. സാധാരണക്കാരൊക്കെ വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയുന്നതാവും ശരി. അവിടുത്തെ പ്രിൻസിപ്പൽ സാവിത്രിയുടെ സഹോദരൻ ശേഖരവർമ്മ. അതേസമയം അയാളുടെ മൂത്ത മകൻ സഞ്ജയും ഇളയ മകൾ പൂർണിമയും അതേ കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അന്ന് അയാളും കൂടി ഇടപെട്ടതുകൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ ശരിയായത്. കോളേജിൽ ചെന്ന ആദ്യത്തെ 3-4 ആഴ്ച സാധാരണയായി കടന്നുപോയി. ഒരു ദിവസം 1-2 സീനിയേഴ്സ് വന്ന് സഞ്ജയ് വിളിപ്പിച്ചെന്ന് പറഞ്ഞ് എന്നെ ഒരു ഒഴിഞ്ഞ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോയി. സഞ്ജയ് അടക്കം അവർ 5 പേരുണ്ടായിരുന്നു. ഞാനൊന്ന് പരിഭ്രമിച്ചു. ചെറിയൊരു പരിചയപ്പെടല, പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അയാൾ എന്നെ സമാധാനിപ്പിച്ചു. ആദ്യം വലിയ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയത്. പാട്ട് പാടാനൊക്കെ പറഞ്ഞു. നാട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അയാളുടെ അപ്പച്ചിയുടെ മോന ഞാനെന്നൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി. നമ്മുടെ ചെക്കന എന്ന് പറഞ്ഞ് ചേർത്തു പിടിച്ചു. പറയുമ്പോൾ കാശിനാഥൻ വല്ലാതെ വിറച്ചു. ഇടയ്ക്ക് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെപ്പോഴോ അവരുടെ സംസാരത്തിൻ്റെ തലം മാറി, കൂടെ അയാളുടെ പെരുമാറ്റവും. തടയാൻ നോക്കുന്തോറും അയാൾ എന്നെ കൂടുതൽ വേദനിപ്പിച്ചു. എൻ്റെ എതിർപ്പുകൾ അവരെ ദേഷ്യം പിടിപ്പിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ച എന്നെ അവർ 4 പേരും ചേർന്ന് ബലമായി പിടിച്ചു വെച്ചു. നിലവിളിക്കാതിരിക്കാൻ എൻ്റെ വായ അവർ മൂടിക്കെട്ടി. ഒടുവിൽ പ്രതിരോധിക്കാൻ പോലും ആകാത്തവണ്ണം എന്തോ ഒരു മരുന്ന് എൻ്റെ ശരീരത്തിലേക്ക് അവർ കുത്തിവെച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ ശരീരം തളർന്നു. കൈകാലുകൾ അനക്കാൻ പോലും ആകുന്നില്ല. പക്ഷേ ചുറ്റും നടക്കുന്നതെല്ലാം എനിക്ക് കാണാമായിരുന്നു. എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വച്ച് അവർ എന്നെ പറഞ്ഞു നിർത്തുമ്പോൾ വല്ലാതെ കിതച്ചുപോയി കാശിനാഥൻ. വൈഷ്ണവി ഒക്കെയും ഒരു നടുക്കത്തോടെ കേട്ടുനിന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ചിലതാവും കണ്ണേട്ടന് തന്നോട് പറയാനുള്ളതെന്ന്. മണിക്കൂറുകളോളം ആ മൃഗങ്ങൾ എന്നെ വേട്ടയാടി. ആരും എന്നെ തേടി വന്നില്ലടോ. ഒടുവിൽ ഇരുട്ട് പടർന്ന് ബോധം മറഞ്ഞു. പറഞ്ഞു നിർത്തുമ്പോൾ കിതച്ചു പോയവൻ. എല്ലാം ശ്വാസം പോലും എടുക്കാതെ കേട്ടിരുന്നു വൈഷ്ണവി അന്നേരവും. ബോധം വീഴുമ്പോൾ ഞാൻ ഹോസ്പിറ്റൽ റൂമിലാണ്. ട്രിപ്പ് പോകുന്നുണ്ട്. അച്ഛനും ശേഖരനും അടുത്തുണ്ട്. പിന്നെ അയാൾക്ക് പ്രിയപ്പെട്ട കുറച്ച് ഡോക്ടേഴ്സും. എന്നും കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന മകൻ അന്ന് എത്തിയില്ല. അതാ അച്ഛൻ തേടി വന്നത്. വേറൊരിടത്തും പോവില്ല എന്നുറപ്പായിരുന്നു. കോളേജിലേക്ക് വരുമ്പോൾ സഞ്ജയിനെയും ഗ്യാങ്ങിനെയും തന്നെ കണ്ടു. എന്തോ കള്ളങ്ങൾ പറഞ്ഞ് അവർ തന്നെ സെക്യൂരിറ്റിയെ കൊണ്ട് ആ ക്ലാസ് റൂം തുറപ്പിച്ചു. നിലത്ത് ബോധം മറ്റ് കിടന്ന എന്നെ ഉയർത്തിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. നടന്നതൊക്കെ ആ ശേഖരനും അയാളുടെ മകനും മറച്ചുവെച്ചു. പകരം ഞാൻ ലഹരി ഉപയോഗിക്കുന്നവനാണ് എന്ന് അവർ വരുത്തി തീർത്തു. അതിന് തെളിവായിരുന്നു എൻ്റെ ബ്ലഡ് ടെസ്റ്റിലെ റിപ്പോർട്ട്. എൻ്റെ ബ്ലഡിൽ അമിതമായ അളവിൽ ഡ്രഗ് കയറിയിട്ടുണ്ടായിരുന്നു. സത്യാവസ്ഥ എന്തെന്ന് പോലും ചോദിക്കാതെ അച്ഛൻ എന്നെ തല്ലി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കിടക്കയിൽ. ബോധം വീണ സമയത്ത് ഞാൻ അനുഭവിച്ച സഹിക്കാനാവാത്ത ശരീരവേദനയും നീറ്റലും അതിനു പുറമെ ഇൻഫെക്ഷനുമായി. അങ്ങനെ മറ്റൊരു കാര്യം കൂടി അവരൊക്കെ പറഞ്ഞു വരുത്തി. ഞാനൊരു ഹോമോസെക്ഷൽ ആണെന്ന്. അല്ലെങ്കിലേ അടുപ്പമില്ല. ചേർത്ത് നിർത്തേണ്ട സമയത്ത് എന്നെ കേൾക്കാതെ തല്ലി അകറ്റിയ അച്ഛനോട് വാശിയായി. ഒന്നും മിണ്ടിയില്ല. ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പോൾ സാവിത്രിയുടെ വക പരിഹാസങ്ങളും കുത്തുവാക്കുകളും. മെല്ലെ മെല്ലെ ശരീരത്തിൻ്റെ മുറിവുണങ്ങി. മനസ്സിൻ്റേത് മാറിയില്ല. ഭയമായിരുന്നു. ആദ്യം ആ കോളേജിലേക്ക് തിരികെ ചെല്ലാൻ. റൂമിനകത്ത് ഊണും ഉറക്കവുമില്ലാതെ ആരോടും ഒന്നും പറയാനാവാതെ കഴിഞ്ഞുകൂടിയ ദിവസങ്ങൾ. പതിയെ ഡിപ്രഷനിലേക്ക് പോയി തുടങ്ങിയതും അച്ഛൻ എന്നെ ഒരു കൗൺസിലറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അതും ആ സ്ത്രീയുടെ കൂടെ അവർക്ക് പരിചയമുള്ള ഏതോ ഒരു കൗൺസിലർ. ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എല്ലാം ഞെട്ടലോടെ കേട്ടിരുന്ന ശേഷം അവർ എനിക്ക് വേണ്ടി ഉപദേശങ്ങൾ തന്നു. അത് കഴിഞ്ഞ് അമ്മയെ അകത്തേക്ക് വിളിപ്പിച്ചു. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൗൺസിലറെ അറിയിച്ചാൽ പോലീസിൽ അറിയിക്കാൻ അവർ ബാധ്യസ്ഥരല്ലേ. പക്ഷേ അമ്മ ഇടപെട്ടിട്ടാവണം അത് തടഞ്ഞു. വീട്ടിലേക്ക് വന്ന ശേഷം അച്ഛൻ ഓഫീസിലേക്ക് പോയതും ആ സ്ത്രീ സഞ്ജയിനെയും ശേഖരനെയും വിളിച്ചു വരുത്തി. നടന്നതൊക്കെ പറ്റി ചോദിച്ചു. റാഗിങ്ങിനിടെ എൻ്റെ സമ്മതത്തോടെയാ അവൻ്റെ സുഹൃത്തുക്കൾ അത് ചെയ്തത്, അല്ലാതെ അവന് അതിൽ പങ്കില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. സൽസ്വഭാവിയായ അനന്തരവൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു. അല്ല, അവർ അതങ്ങനെ ആക്കി തീർത്തു. കാരണം എന്നെ തകർക്കാൻ നടക്കുമല്ലേ ആ സ്ത്രീ. അന്നു മുതൽ ഞാൻ അവരുടെയൊക്കെ കണ്ണിലെ കരടുമായി. വീണ്ടും കൗൺസിലിങ്ങുകൾ, ക്ലാസുകൾ, ഉപദേശങ്ങൾ. 2 മാസത്തെ ഇടവേള കഴിഞ്ഞ് ഞാൻ ആ കോളേജിലേക്ക് വീണ്ടും കാലെടുത്ത് വെച്ചു. അന്ന് എന്നോട് നെറുകേട് കാട്ടിയവരൊക്കെ ഇന്നും വീണ്ടും വിളിപ്പിച്ചു. പറഞ്ഞു തുടങ്ങിയത്, ആ കുട്ടിയോളെ ഇവിടെ ഇരിക്കുവാണല്ലേ രണ്ടാളും, കഞ്ഞി കുടിക്കണില്ലേ? ശാരദാമ്മ പയ്യെ അവിടേക്ക് നടന്നെടുത്തു. ആ ടീച്ചറമ്മേ, ഞങ്ങൾ വരുവാ. വൈഷ്ണവി അവനെ ഒന്ന് നോക്കി.
വരൂ കഞ്ഞി കുടിക്കാം, കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞിട്ട് പടികൾ കയറി മുകളിലേക്ക് പോയവൾ. പിന്നാലെ ശാരദാമ്മയ്ക്കൊപ്പം കാശിനാഥനും. അവളുടെ ഗൗരവം എന്തോ അവനെ തെല്ലൊന്ന് നൊമ്പരപ്പെടുത്തി. പകുതി പറഞ്ഞു, ഇനി ഒത്തിരി പറയാനുണ്ട്. ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ അവളെന്നെ അംഗീകരിക്കുമോ? ഇത്ര നേരവും ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ കേട്ടിരുന്നതല്ലാതെ ഒന്നും പറയുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോവാൻ എങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് കാണുമോ? അങ്ങനെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞു കൂടിക്കോളാം, അവൻ മനസ്സിൽ പറഞ്ഞു. ഇതെന്താ കണ്ണാ, കഞ്ഞിയിൽ കളം വരച്ച് കളിക്കുക നീ? വാരി കഴിക്കട ചെക്ക അങ്ങോട്ട്. തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കഞ്ഞി കോരി കുടിക്കുന്നവളെ തന്നെ നോക്കിയിരുന്നു കാശിനാഥൻ. ശാരദാമ്മയുടെ ശാസനം കേട്ടതും പെട്ടെന്ന് മുഖമുയർത്തി നോക്കി. മനസ്സാകെ കലുഷിതമാണ്. വൈശു തന്നെ ഉപേക്ഷിച്ച് പോകുന്നത് ചിന്തിക്കാനാവാത്ത പോലെ. ഇത്രയും നാൾ അവളെ എങ്ങനെയെങ്കിലും അകറ്റിയാൽ മതിയെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല. ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ തോന്നുക. തനിക്ക് താങ്ങും തണലുമാവാൻ അവൾക്കാകുമെന്ന് തോന്നുക. പക്ഷേ വേണ്ട. ഒത്തിരി സ്വപ്നം കണ്ടിട്ട് നഷ്ടപ്പെടുത്തുമ്പോൾ ഒത്തിരി നോവും. എന്തായാലും അവൾ റൂമിലേക്ക് വരില്ലേ, അപ്പോ അറിയാം. ഓർത്തുകൊണ്ട് കാശിനാഥൻ കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റു. എൻ്റെ കണ്ണ, കഴിക്കണില്ലേ നീ? മതിയാക്കിയോ? ശാരദാമ്മയുടെ ആദിയോടുള്ള സംസാരം കേട്ടിട്ട് മുഖമുയർത്തി നോക്കിയില്ല വൈഷ്ണവി. അതുകൂടി ആയതും കയ്യെത്തി പിടിക്കാൻ ശ്രമിച്ചത് കയ്യെത്താ ദൂരത്തേക്ക് അകലുന്ന പോലെ തോന്നി കാശിനാഥന്. ഇതാ മെഡിസിൻ കഴിക്ക്. റൂമിൽ ചെന്ന പാടെ കട്ടിലിൽ ചുരുണ്ടുകൂടിയവൻ വൈഷ്ണവിയുടെ ഒച്ച കേട്ടതും ചാടി എഴുന്നേറ്റു. തനിക്ക് മുന്നേ ഒരു ഗ്ലാസ്സിൽ വെള്ളവും മറുകൈയിൽ മെഡിസിനുമായി നിൽപ്പുണ്ടായിരുന്നവൾ വേഗം കൈനീട്ടി വാങ്ങിയ ശേഷം ആ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി. പക്ഷേ തന്നെ ശ്രദ്ധിക്കാതെ മുഖം തിരിക്കുകയാണ് അവൾ ചെയ്തത്. അത് കണ്ടതേ വേദന തോന്നി അവന്. വേഗം അവൾ കൊണ്ട് വന്ന മെഡിസിൻ വാങ്ങി വായിലേക്കിട്ട് വെള്ളമൊഴിച്ചു. ഞാനിന്ന് ടീച്ചറമ്മയുടെ കൂടെ കിടക്കാം. അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. രാത്രിയിൽ വയ്യായിക തോന്നിയ വെള്ളം എങ്കിലും എടുത്തു കൊടുക്കണ്ടേ? അവനെ നോക്കാതെ മെഡിസിൻ വെച്ചിരുന്ന ബോക്സ് എടുത്ത് അലമാരയ്ക്കുള്ളിലാക്കി. പിന്നെ ഇനി ഞാനൂടി ഇല്ലാതെ വരുമ്പോൾ വീണ്ടും വല്ല പൊട്ടബുദ്ധിയും തോന്നോ? കടുപ്പിച്ച് അവനെ ഒന്ന് നോക്കി. ഇല്ലെന്ന് തലയാട്ടിയവൻ. ഒരു ഗുഡ് നൈറ്റ് പോലും പറയാതെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോയവളെ നിർവികാരതയോടെ നോക്കി നിന്നു കാശിനാഥൻ. മെഡിസിന്റെ സെഡേഷനിൽ അന്ന് പെട്ടെന്ന് മയങ്ങിപ്പോയിരുന്നവൻ. റൂമിലെ തട്ടുമുട്ടും കേട്ട് രാവിലെ ഉണരുമ്പോൾ കാശിനാഥൻ കാണുന്നത് എവിടേക്കോ പോവാൻ തയ്യാറെടുക്കുന്ന വൈഷ്ണവിയാണ്. ബാഗിൽ വസ്ത്രങ്ങൾ തിരികെ കയറ്റുന്നവളെ കണ്ടതേ അവൾ പലതും തീരുമാനിച്ചുറപ്പിച്ചെന്ന് നോവോടെ ഓർത്തവൻ. പോവാൻ തീരുമാനിച്ചോ? നേരത്തെ നാദത്തോടെ ചോദിച്ചതും പോവാ. തിരിഞ്ഞു നോക്കാതെയുള്ള അവളുടെ മറുപടി കേട്ട് ഉള്ളൊന്ന് പിടച്ചു അവൻ്റെ. ഹൃദയഭിത്തിയിൽ ഉടലെടുത്ത അവസാന പ്രതീക്ഷയായിരുന്നു അവൾക്കൊപ്പമുള്ളൊരു ജീവിതം. അതും നഷ്ടമായെന്ന് ചിന്തിച്ചവൻ. ഇനി തിരിച്ചു വരില്ലായിരിക്കും അല്ലേ? മറുപടി ഉണ്ടായില്ല. ഡിവോഴ്സ് എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അയച്ചോളാം. താനായിട്ട് അതിന് മുതിരണ്ട. അത് എല്ലാവരും ഒക്കെ അറിയുമ്പോൾ എനിക്കിവിടെയും പറ്റാണ്ട് വരും. പോവാൻ വേറെ ഇടമില്ല. അതാ. വിങ്ങിപ്പൊട്ടി അവൻ്റെ ഹൃദയം. ഞാൻ പറഞ്ഞതൊക്കെ മറ്റാരോടും പോയി പറയരുത് പ്ലീസ്, യാചന പോലെ ചോദിക്കവേ തിരിഞ്ഞു നോക്കിയവൾ. മുഖം കുനിച്ചിരിപ്പുണ്ട്. തനിക്കുണ്ടായതൊക്കെ പുറം ലോകം അറിഞ്ഞാൽ അവർക്ക് മുന്നിൽ മുഖം കൊടുക്കാൻ കഴിയില്ലെന്ന് അവൻ്റെ ചിന്ത. അതാണ് അവനെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്നോർക്കെ തൻ്റെ മുന്നിൽ വന്നു നിന്ന് കെഞ്ചുന്ന വിദ്യാർത്ഥികളുടെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ. അതുവരെ ഗൗരവം നടിച്ചിരുന്നവൾ മെല്ലെ അവൻ അരികിലേക്ക് ചെന്നു. തൊട്ടടുത്തായിരുന്നു. അന്താളിപ്പാട് മെല്ലെ ഒന്ന് മുഖമുയർത്തി നോക്കിയവൻ. 2 ആഴ്ചയായപ്പോഴേക്കും എന്നെ മടുത്തോ കാശിനാഥ? കണ്ണു കുറുക്കി ചോദ്യഭാവത്തിൽ നോക്കുന്നവളെ കണ്ട് ഇല്ലെന്ന് തലയാട്ടിപ്പോയിരുന്നവൻ. കൂടും കുടുക്കയും എടുത്ത് വിട്ടുപോവാണെന്നാണോ കരുതിയേ? ഇല്ല കേട്ടോ. അച്ഛനെ നാളെ ചെക്കപ്പിന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകണം. അവിടെ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്. സ്ഥിരമായി എല്ലാ മാസവും കൊണ്ടുപോകേണ്ടതാ. എല്ലാ തവണയും ഞാനും അച്ഛയും ഒറ്റയ്ക്കാണ് പോണത്. പക്ഷേ ഇത്തവണ കാശിനാഥനും കൂടെ വേണം. അത്രയും പറഞ്ഞതും അതുവരെ ആളിക്കത്തി ആദ്യമൊന്ന് കെട്ടടങ്ങിയ പോലെ ശാന്തമായി അവൻ്റെ മനസ്സ്. പിന്നെ കൂപ്പിലൊന്ന് ചെന്ന് തല കാണിച്ചിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വന്നേക്കണേ കണ്ണേട്ടാ. നാളെ വെളുപ്പിനാ പോവേണ്ടത്. കണ്ടിട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. വന്നാൽ മാത്രം മതി. ടീച്ചറമ്മ ഇപ്പോൾ ഓക്കെയാ. ക്ഷീണമൊക്കെ മാറി. എന്തേലും ഉണ്ടേൽ വിളിച്ചു പറഞ്ഞോളും. ഇനി എന്നോടൊപ്പം അവിടെ തങ്ങില്ലേ? യാചന പോലെ ചോദിച്ചിട്ടും മറുപടി ഇല്ലെന്ന് കണ്ട് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയവൾ ഏതോ സ്വപ്നലോകത്തെന്ന പോലെ അവളെ തന്നെ നോക്കിയിരിപ്പുണ്ട് അമ്പരപ്പോടെ. അത് ശരി, അപ്പോൾ ബാലഭാസ്കർ സ്വപ്നത്തിലാണല്ലേ കണ്ണേട്ടാ? ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവനെ പിടിച്ചൊന്ന് എന്താ കണ്ണു തുറന്ന് സ്വപ്നം കാണുകയാണോ? പെണ്ണിന്റെ കുസൃതിയോടുള്ള ചോദ്യം കേട്ട് ഇല്ലെന്ന് തലയാട്ടിയവൻ. തന്നെക്കുറിച്ച് ഒക്കെ അറിഞ്ഞിട്ടും യാതൊരു ഭാവവ്യത്യാസമോ അകൽച്ചയോ കാട്ടുന്നില്ലെന്ന് മാത്രമല്ല, തന്നിൽ അവൾ കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കുകയാണ് ചെയ്യുന്നതെന്ന ചിന്തയിൽ അവനൊന്ന് അമ്പരന്നു. ദേ നേരം വൈകി, എന്നെ ഒന്ന് കൊണ്ട് വീട്ടിൽ വിടണേ.
തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ തിരികെ കയറേണ്ടതാ. ലീവൊക്കെ നേരത്തെ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച കയറേണ്ടതായിരുന്നു. അപ്പോഴല്ലേ ഒരാൾ ജീവിതം വേണ്ടെന്ന് വെക്കാനായി ബ്ലേഡിനെ ആശ്രയിച്ചത്. ഹോ, എന്നാലും ഈ ബ്ലേഡും കയറുമൊക്കെ വലിയ സംഭവമല്ലേ. തീരെ ചെറിയ വില കുറഞ്ഞ സാധനങ്ങളാ. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കേണ്ട കഴിവുണ്ടേ അവറ്റകൾക്ക്. തമാശ പോലെ പറഞ്ഞുകൊണ്ട് എണീറ്റതും അവളുടെ കൈത്തണ്ടയിൽ അവന്റെ കൈ മുറുകി. എന്താ കണ്ണേട്ടാ? തിരിഞ്ഞു നിന്ന് യാതൊരു വ്യത്യാസവുമില്ലാതെ ചോദിച്ചവൾ. ഒക്കെ അറിഞ്ഞിട്ടും വെറുപ്പ് തോന്നണില്ലേ എന്നോട്? പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചവൻ. എന്തിന്? ഞാൻ ഞാൻ അവരൊക്കെ എന്നെ ഇനി എനിക്ക് നീയുമായി നല്ലൊരു ജീവിതമുണ്ടാവുമോ? അറിയില്ല. വാക്കുകൾ കൂട്ടിപ്പെറുക്കി പറയവേ ഉള്ളിലെ അവന്റെ ആധിയും കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. എന്തിനാ കണ്ണേട്ടാ കാട് കയറി ആലോചിക്കണേ? ഞാനുമൊത്തുള്ള ഇന്നത്തെ ഈ ദിവസം മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. അവരൊക്കെയല്ലേ നിങ്ങളോട് അങ്ങനെ ഒരു ക്രൂരത കാട്ടിയത്. പിന്നെ ഇത് നിങ്ങൾക്ക് മാത്രം നേരിടേണ്ടി വന്ന കാര്യമല്ല. നമുക്ക് ചുറ്റും പലർക്കും നേരിടേണ്ടി വന്നിട്ടുള്ളതാ. പല സാഹചര്യത്തിൽ അതൊക്കെ പതിയെ മനസ്സിലാക്കി തരാം. എൻ്റെ കണ്ണേട്ടാ, ഈ നാട്ടിൽ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും സുരക്ഷിതരല്ല. പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വൃത്തികെട്ട മനസ്സും കണ്ണും കൊണ്ട് കാണുന്നവരുമുണ്ട്. ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ട സുരക്ഷിതത്വം ആൺകുട്ടികൾക്കും വേണം. പെൺകുട്ടിയുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ വീട്ടുകാർ ആൺകുട്ടിയുടെ കാര്യത്തിലും കാട്ടേണ്ട സാഹചര്യമാണിന്ന്. കണ്ണേട്ടനെപ്പോലെ അനുഭവങ്ങൾ ഉണ്ടായവരൊക്കെ അതും ഓർത്ത് ജീവിതം നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഒക്കെ മറന്ന് സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും മെനഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും മാറാത്ത മുറിവാണെന്ന് പറഞ്ഞ് നമ്മൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാ വീണ്ടും വീണ്ടും നീറുന്നത്. ഉപേക്ഷിച്ച് കളയണം. പ്രയാസമാണെന്ന് അറിയാം. പക്ഷേ അതിന് കഴിഞ്ഞാലേ നമ്മുടെ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകും. പിന്നെ ഞാൻ കരുതിയത് ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പെൺകുട്ടികളാ പരിശുദ്ധി നഷ്ടപ്പെട്ടതോർത്ത് കരഞ്ഞു കരഞ്ഞ് ജീവിതം കളയുന്നതെന്ന്. അപ്പോൾ ആണുങ്ങളും ഇങ്ങനെ ചിന്തിക്കാറുണ്ടല്ലേ? പറയുന്നതിനൊപ്പം അവൻ അരികിൽ വന്നിരുന്നവൾ അവൻ്റെ കൈകൾ പിടിച്ചെടുത്ത് കൈക്കുള്ളിലാക്കി. എൻ്റെ കണ്ണേട്ടാ, മനസ്സിൽ നിന്ന് കളയേണ്ട കാര്യങ്ങൾ കളയണം. അത് വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് നെഞ്ചു നീറ്റുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോണത്. ശരീരത്തിന് പറ്റിയത് സോപ്പിട്ട് നന്നായി കഴുകിക്കളഞ്ഞൊരു കുളി കഴിയുമ്പോൾ തന്നെ മാറിയിട്ടുണ്ടാവില്ലേ? ഇത് മനസ്സിനേറ്റ കളങ്കം. അത് മറ്റാര് വിചാരിച്ചാലും മാറാൻ പോണില്ല. നമ്മൾ തന്നെ വിചാരിക്കണം. എൻ്റെ മനസ്സിനെ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണം. അതിന് ആദ്യം കണ്ണേട്ടനെ തന്നെ സ്നേഹിക്കണം. കണ്ണേട്ടൻ കഴിഞ്ഞ് ജീവിതത്തിൽ മറ്റാർക്കും സ്ഥാനം കൊടുക്കാവൂ. കണ്ണേട്ടൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും ഹനിക്കുന്ന ഒരു കാര്യങ്ങളും ഒരു അതിരിനപ്പുറത്തേക്ക് കൊണ്ടുവന്ന് മനസ്സിനെ നീറ്റരുത്. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ ചുരുക്കം ചിലരെ ഉണ്ടാവും. അതാദ്യം മനസ്സിലാക്കണം. മറ്റുള്ളവരൊക്കെ നമ്മളൊന്ന് വീണ് പോയാൽ നിലത്തിട്ട് ചവിട്ടാൻ നോക്കണവരാ. അതുകൊണ്ട് പറയാ, ഒന്നിനെയും നോക്കാൻ പോവണ്ട. പിന്നെ താലി കെട്ടി കൂടെ കൂട്ടിയതല്ലേ, അതുകൊണ്ട് ഞാനും ഉണ്ടാവും കൂടെ. സങ്കടം മുഴുവൻ എന്നോട് പറഞ്ഞു തീർത്തോളൂ. എൻ്റെ മനസ്സിൽ എല്ലാം ഭദ്രമായിരിക്കും. മറ്റൊരാൾ അറിയില്ല. ഞാൻ 2 വാക്ക് പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ ചിലപ്പോൾ അന്നേരം ആശ്വാസം കിട്ടുമായിരിക്കും. അത് പോരാ കണ്ണേട്ടാ. കണ്ണേട്ടൻ തൻ്റെ മനസ്സിനെ ബലപ്പെടുത്തണം. ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കല്ല, ഞാനൂടി ഉണ്ടാവും. ചെറുചിരിയോടെ അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തവൾ. അത് പറയുന്നത് കേട്ട് വലിയ ആശ്വാസം തോന്നി അവന്. എങ്കിലും കുറച്ചു മുന്നേ വരെ അവൾ തന്നോട് പിണങ്ങിയിരുന്നല്ലോ എന്നോർത്തതും നെഞ്ചിലെവിടെ ഒരു പിടപ്പ്. അപ്പോൾ എന്നോട് കുറച്ചു മുന്നേ കാട്ടിയ അകൽച്ചയോ? സംശയഭാവത്തിൽ അവളെ നോക്കി. അത് പിന്നെ എനിക്ക് പിണക്കം വരാണ്ടിരിക്കോ? ഇത്രയും വലിയ നോവും കൊണ്ടാ നടക്കണതെന്ന് ഒരു സൂചന പോലും തന്നില്ല. എന്നിട്ട് ചുമ്മാ നീറി ഒടുങ്ങാൻ നോക്കാം. ഒക്കെ പോട്ടെ, ഒന്നും അറിയാത്ത എന്നോട് കാട്ടിയ അവഗണന ചെറിയ രീതിയിലെങ്കിലും നിങ്ങളും അറിയണമെന്ന് തോന്നി. ചെറു പുഞ്ചിരിയോടെ പറഞ്ഞതും നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചവൻ. മനസ്സിൽ ശേഷിച്ച നോവിൻ്റെ കരടും അവനിൽ നിന്ന് അകന്നു മാറി. ആഹാ, ഇത്രയും മനോഹരമായി ചിരിക്കാനൊക്കെ കണ്ണേട്ടൻ അറിയോ? അവൻ്റെ കവളിൽ തെളിഞ്ഞു വന്ന നുണക്കുഴിയിൽ മെല്ലെ വിരൽ പതിപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതിനു മറുപടി പറയാൻ നിൽക്കാതെ അവളെ മുറുകെ പുണർന്നിരുന്നു കാശിനാഥൻ. തുടരും.